ദൈവം എന്ന് പറയുന്നത് പഴയ പള്ളികളുടെ ചുവരുകളിൽ വരച്ചു വെച്ചിരുന്ന താടിമുടി നീട്ടിയ ഒരു രൂപമോ അല്ലെങ്കിൽ മനുഷ്യൻ വരച്ച ശിവകാശി ചിത്രങ്ങളിൽ കാണുന്ന ഒരു രൂപത്തിനൊക്കെ അപ്പുറം വലിയ മാനമുള്ള മറ്റൊരു സംഭവമാണ് ദൈവം എന്ന് മനസ്സിലാവും. താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും അതിന്? ഞാൻ വരയ്ക്കില്ല. വരയ്ക്കാൻ ശ്രമിക്കില്ല. പേടിയാണോ? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. ദൈവം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ദൈവം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഈ പ്രപഞ്ചമാണ്. ഇപ്പം ഈ കൂടിയിരിക്കുന്ന ആളുകളും അവരുടെ ഒരു പോസിറ്റീവ് എനർജി പോലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? ഏതാണ് പോസിറ്റീവായ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാൽ കാണിച്ചു തരും ഇവരെ. ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി ഇവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചു തരും എന്താണ് ആ പോസിറ്റീവ് കാര്യം എന്ന്. അതാണ് പോസിറ്റീവ്, അതാണ് കാര്യം. കേരളം വളരെ പൊളിറ്റിക്കലി വളരെ അവയർനെസ് കൂടിയൊരു സമൂഹമാണ്. അപ്പോൾ താങ്കൾ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാൻ താങ്കൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നോ ഏതെങ്കിലും കാലഘട്ടത്തിൽ? ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ സഞ്ചാരം എന്ന പരിപാടിയിലൂടെയും സഫാരി എന്ന ചാനലിലൂടെയും പോസിറ്റീവ് അല്ലാത്ത ഒരു കാര്യവും ഇതുവരെ കൊടുത്തിട്ടില്ല. തുടർന്നുള്ള ശിഷ്ടകാലവും അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സഫാരിയിലെ എല്ലാ പരിപാടികളും ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നതോ അവർക്ക് ജീവിത വീക്ഷണം കൊടുക്കുന്നതോ ആയ പോസിറ്റീവായ പരിപാടികൾ മാത്രമാണ് കൊടുക്കുക. ഇപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ പോസിറ്റിവിറ്റി ഇല്ലാത്ത ഒരു മേഖലയായിട്ട് താങ്കൾ കാണുകയാണ്. അതിലെ വലിയൊരു ശതമാനം അങ്ങനെയാണല്ലോ, അത് നമുക്കറിയാമല്ലോ. പോസിറ്റീവായ കാര്യങ്ങളെക്കാൾ നെഗറ്റീവായ കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ കെ എം മാണിയെ പോലെ ഒരാൾ എപ്പോഴും സമൂഹത്തിനൊരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതുപോലെയുള്ള നേതാക്കളും അത്തരം നിലപാടുകളുമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് പോസിറ്റീവ് അല്ലെന്ന് വിലയിരുത്താൻ കഴിയും. ഞാൻ അവരെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അവരെക്കുറിച്ച് വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ചാണ്. എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. അല്ല, എന്നെക്കാൾ ചെറുപ്പക്കാരനാണ്. പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർമലായ ഒന്നൊരു സംശയം, കുറച്ചുകൂടെ അലമ്പ് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ സാർ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലുള്ള ഉത്തരങ്ങൾ കുറേ നൽകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചോദ്യം വേണ്ടത്ര അലമ്പായില്ല എന്നൊരു, അത് ശ്രീ എബ്രഹാം മാത്യുവിൻ്റെ നിലവാരം അതായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ശരിക്കും എൻ്റെ നിലവാരം അതല്ല.